മാറ്റത്തിന് ഇതുപോലുള്ള വ്യാജ ചരിത്രങ്ങൾ നമ്മൾ പൊളിച്ചെഴുതുന്നു. പുതിയ ചരിത്രങ്ങളുടെ നിർമ്മിതിയല്ല, വ്യാജ ചരിത്രങ്ങൾ മാറ്റി ചാരം മൂടിക്കിടന്നിരുന്ന യഥാർത്ഥ ചരിത്രം നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് പൂർണ്ണമായും ആത്മീയ പ്രഭയുള്ളതാണ് എന്നാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ സൂചിപ്പിക്കുകയാണ്, നമ്മൾ വെട്ടും കുത്തും ആണ് മാമാങ്കം എന്ന് പറഞ്ഞിരുന്ന ആ മാമാങ്ക ഭൂമിയിലാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്നത്. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് തെക്ക് ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ക്ഷേത്രവും വടക്ക് മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രവും ഇത് ത്രികോണ ഭാവസ്ഥാനത്തിലാണ്, അത് ശ്രീചക്രഭാവത്തിലാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടെത്തുന്ന ചരിത്രം പുറത്തു പറയുമ്പോഴാണ്. ആ ചരിത്രം പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയത്. ഇതുപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലെ ഉണർവിൻ്റെ അംശം മൂടിക്കിടക്കുന്നുണ്ട്. പ്രാദേശിക ചരിത്രങ്ങൾക്ക് അതിന് ഏറെ പ്രസക്തിയുണ്ട്. ഓരോ ഗ്രാമത്തിലും ഇത്തരം ഒളിഞ്ഞു കിടക്കുന്ന ചരിത്ര വസ്തുതകളെ പുറത്തു കൊണ്ടുവന്ന്, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് പൂർണ്ണമായും വ്യക്തമാണ് 90% ആത്മീയതയുമായി ബന്ധമുള്ളതാണ്. ഇന്ന് ആത്മീയതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. പ്രാർത്ഥനയ്ക്കും ഒക്കെ ധ്യാനത്തിനും ഒക്കെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നവോത്ഥാനം നമുക്ക് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള നവോത്ഥാനമല്ല നമ്മുടേത് ഇതുപോലുള്ള ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, അറിയാം, ഏതാണ്ട് 5 വർഷത്തോളം മലബാറിലെ അടിച്ചു പൊളിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ ദർശനം നടത്താറുള്ളൂ. അടിച്ചു പൊളിച്ച് തകർന്ന് കാടുമൂടിക്കിടക്കുന്ന അത്തരം ക്ഷേത്രങ്ങളിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി അവരെ കൊണ്ട് തന്നെ ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ആ വിളക്ക് കൊളുത്തിച്ചുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങൾ കേവലം ഒരു ആരാധനയ്ക്കുള്ള ക്ഷേത്രമല്ല. നമ്മുടെ ഓരോ ക്ഷേത്രവും സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. അവിടെ ആ സാംസ്കാരികമായ അറിവുകളും അതുപോലെ ശാസ്ത്രവും എല്ലാം സമ്മേളിക്കുന്ന ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നവോത്ഥാനം എന്ന രീതി, ആ നവോത്ഥാനത്തിന് ഈ ക്ഷേത്രങ്ങൾക്കുള്ള പങ്കും വളരെ വലുതാണ്. ഭക്തിക്ക് വളരെ പങ്കുണ്ട്. ഭക്തി മാത്രം പോരാ, അതിൽ വിശ്വാസവും വേണം. ഇവിടെ സപ്തനദികളിൽ സ്നാനം ചെയ്ത ഫലം കിട്ടുമെന്ന വിശ്വാസം വേണമെന്നാ പറയാ. തുഞ്ചത്തെഴുത്തച്ഛൻ തൻ്റെ കൃതിയുടെ പേര് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. പരമാനന്ദ പദം കാൺമതി നാശിയോട് മരികെ വന്ന് സുമംഗലെ നിന്നുടെ മനോരഥം എന്തെന്ന് ഞാൻ അറിഞ്ഞിടുന്നേഹ എന്ന് പറഞ്ഞ് ഒരു കൃതിയുണ്ട്. ഒരു വരി തുടങ്ങുന്ന അങ്ങനെയാണ്. അതിൽ പറയുന്നുണ്ട്, നമുക്ക് ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസവും കൂടി വേണം. അപ്പൊ നമ്മള് ഇത്തരം ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്താലും ശരി, ഇത്തരം നല്ല നല്ല ചരിത്രങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നാലും ശരി, ഇത്തരം കുംഭമേളയിൽ പങ്കെടുത്താലും ശരി, നമുക്ക് അതിന് വിശ്വാസവും കൂടി ഉണ്ടാകുമ്പോൾ അത് നല്ലൊരു നവോത്ഥാന പ്രക്രിയയായി മാറും. തീർച്ചയായും ഇത്തരം നവോത്ഥാന പ്രക്രിയകൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമാകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചരിത്രത്തിന്റെ പുനർവായനയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. എന്താ കുറച്ച് വൈകിപ്പോയി.